മൻ അഹ്ദഥ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ, ഔ ആവാ മുഹദ്ദിസൻ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയവനെ ചേർത്ത് പിടിച്ചാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്ത് അവനുണ്ട്. വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുണ്ട്. വന്നാസി അജ്മഈൻ, സർവമഹാന്മാരെ ലഅനത്തുമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. ഇത് സഹീഹുൽ ബുഖാരിയിൽ ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, മൂന്ന് സ്ഥലത്തല്ല, എത്രയോ സ്ഥലത്ത് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സുന്നത്ത് ജമാഅത്തല്ലാതെയായാൽ, സുന്നത്ത് ജമാഅത്തല്ലാത്തവരെ കൂട്ടിപ്പിടിച്ചാൽ അവന്റെ നിസ്കാരം കബൂലാവൂല, അവന്റെ ജുമാ സ്വീകരിക്കൂല, സുബ്ഹി സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, ഹജ്ജ് സ്വീകരിക്കൂല, സകാത്ത് സ്വീകരിക്കൂല, ഒരമലും അല്ലാഹ് സ്വീകരിക്കൂല, സുന്നത്തും സ്വീകരിക്കൂല. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെ അവൻ അട്ടിമറിച്ചു കളഞ്ഞു, മാറ്റം വരുത്തിക്കളഞ്ഞു, വിശ്വാസവും കർമ്മവും മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം മുറുകെ പിടിക്കണമെന്നും ഞാൻ ഈ സമയത്ത് ഉണർത്തുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സഹീഹുൽ ബുഖാരി, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും സഹീഹായ കിതാബാണ്. ആ ബുഖാരിയിലെ ഹദീസാണ് ഞാൻ പറഞ്ഞത്. ആ ബുഖാരിയിലെ അധ്യായം കാണാം. ബാബു മൗഇദത്തിൽ മുഹദ്ദിസ് ഇൻദൽ ഖബ്രി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു, ഖബറിന്റെ അടുക്കൽ വെച്ച് പണ്ഡിതൻ വഅദ് പറയുന്നതിൽ പറയുന്ന അധ്യായം. ഖബറിനടുക്കൽ വെച്ച് പണ്ഡിതൻ വഅദ് പറയുന്നതിൽ പറയുന്ന അധ്യായം. വഖുഊദി അസ്ഹാബിഹി ഹൗലഹു, ചുറ്റുഭാഗത്തും ആളുകൾ ഇരുന്ന് വഅദ് കേൾക്കുന്നതിൽ പറയുന്ന അധ്യായം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു സലഫിന്റെ ജീവിതത്തിൽ ഖബറിന്റെ ഒരു വഅദ് ഉണ്ടാവും? ഖബറിന്റെ അടുത്ത് വഅദ് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും? അപ്പൊ ഖബറിന്റെ അടുക്കൽ വഅദ് സംഘടിപ്പിക്കുന്നു. അതാണല്ലോ ഇവിടെ നടക്കുന്നത്. അല്ലാഹു തആല ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാൻ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന ഏത് വിഷയം എടുത്താലും അതിനെല്ലാം തെളിവുകൾ ഉണ്ട്. ഞാൻ വളരെ സന്തോഷിച്ചു. നമ്മുടെ തോക്ക സഖാഫി അവറുകൾ ഞാനിവിടെ സ്റ്റേജിൽ വന്നപ്പോ അദ്ദേഹം എഴുതിയ 2-3 കിതാബുകൾ എനിക്ക് കാണിച്ചു തന്നു. എനിക്കത് ഹദിയയായിട്ട് അദ്ദേഹം തന്നു. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആശയങ്ങൾക്കും തെളിവ് അവരുടെ കൈവശത്തിലുണ്ട്. അത് മനസ്സിലാക്കാനുള്ള സന്ദർഭം സൃഷ്ടിക്കുകയും നമ്മൾ പഠിക്കുകയുമാണ് വേണ്ടത്. ഒരിക്കലും അല്ലാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നവർക്ക് തെളിവില്ല. അള്ളാഹു കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവർക്ക് തെളിവില്ല. അള്ളാഹുവിന് കണങ്കാലുണ്ടെന്ന് പറയുന്നവർക്ക് തെളിവില്ല. അതിനൊക്കെ അവർ ചെയ്തത് എന്താണ്? ഖുർആനും ഹദീസും അർത്ഥം മാറ്റിയതാണ്. നസ്രാനികൾ ചെയ്തതുപോലെ, യഹൂദികൾ ചെയ്തതുപോലെ ഖുർആൻ ഹദീസിന്റെ അർത്ഥം മാറ്റിയതാണ്. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹുവിന് ജഡമുണ്ട്, ശരീരമുണ്ടെന്നോ, അള്ളാഹു ഒരു ശരീരമാണെന്നോ, അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്നോ, അത്തരം വിശ്വാസം വിശ്വസിക്കുന്നവരെ പറ്റി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാഫിറുൻ ബി ഇജ്മാഇ സലഫി വൽ ഖലഫ്. അതേ സഹാബത്ത് മുതൽക്കുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഒരിക്കലും തന്നെ ഒരു പുത്തനാശയം ഇൽജാമുൽ അവാം അൻ ഇൽമുൽ കലാം എന്ന കിതാബിലാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇമാമിയങ്ങൾ മുഴുവനും പിഴച്ച ആശയങ്ങളിൽ പെട്ടുപോകുന്നതിനെതിരായി കിതാബുകൾ എഴുതി. അവർ അവരുടെ ജീവിതം മുഴുക്കെ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും. ആ ഇമാമിങ്ങൾ തന്നെയാണ് നമുക്ക് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നത്. എല്ലാവരോടും ഞാൻ പറയുന്നു, ഉറൂസിന് പങ്കെടുത്താൽ പോരാ, കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം. സുബ്ഹി ഖളാക്കുന്ന ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിസ്കാരത്തിലെ ഒരു കർമ്മം തന്നെ നമുക്കറിയാം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബിതങ്ങളെ വിളിച്ച് സലാം പറയലാണ്. നബിതങ്ങളെ വിളിച്ച് സലാം പറഞ്ഞാൽ അവൻ കാഫറാണ് എന്നത്രേ ഒരു സലഫി മൗലവി എഴുതി വെച്ചത്. ആ സലഫിയുടെ പേരാണ് ചേകനൂർ മൗലവി എന്ന് പറയുന്നത്.
അവൻ ആദ്യം വേറെ കുറെ വാദങ്ങൾ ഉന്നയിച്ച് പിന്നീട് അവൻ നിസ്കാരം 3 ആണെന്ന് പറഞ്ഞ് അങ്ങനെ അവനൊരു പുസ്തകം എഴുതി. ആ പുസ്തകം എന്റെ കയ്യിലുണ്ട്. നമസ്കാരം എപ്പോൾ എത്ര എങ്ങനെയെന്നാണ് അതിന്റെ പേര്. അതിന്മേൽ അയാൾ എഴുതി വെച്ചത് നമസ്കരിച്ച് ബുദ്ധിമുട്ടുന്നവർക്കും ബുദ്ധിമുട്ടോർത്ത് നമസ്കരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഗ്രന്ഥം എന്നാണ് എന്റെ പരസ്യം. എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പ് ലോകത്താരും ഇത് പറഞ്ഞിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് പറയാണ്. ളുഹർ നിസ്കരിച്ചാൽ നരകത്ത് കിടക്കും, അതേപോലെ തന്നെ മഗ്രിബ് നിസ്കരിച്ചാൽ നരകത്ത് കിടക്കും. 5 നേരം നിസ്കരിക്കാൻ പാടില്ല, 3 നേരം മാത്രം. അത് തന്നെ 2 റക്അത്ത് മാത്രം, 4 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല. സുബഹി നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടാണ് നല്ലത്. ആ പുസ്തകത്തിലുള്ളത് ഞാൻ പറയും. ആ പുസ്തകത്തിൽ അയാൾ പറഞ്ഞൊരു സംഗതിയാണ്, അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്ന് വിളിച്ചാൽ കാഫിറായി പോകും. അതിനയാൾ പറഞ്ഞു ഖുർആനിൽ അങ്ങനെ ഉണ്ട്. എന്ത് ഖുർആന്? ഖുർആന്റെ അർത്ഥം മാറ്റുകയാണ്. അതിനയാൾ ഓതി ആയത്ത് ഏതാ? സെൽഫികൾ ഓതുന്ന അതേ ആയത്ത് തന്നെ, ലാ തദഉ മഅല്ലാഹി അഹദ, അല്ലാഹുവല്ലാതെ വിളിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ട്. അസ്സലാമു അലൈക്കും അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ നബീനെ വിളിച്ചില്ലേ, അവിടെ അയാൾ കാഫിറായി എന്ന് അതാ അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതി വെച്ചത് കാണാം. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഹദീസുകൾ തള്ളിപ്പറഞ്ഞ് മുൻഗാമികളായ പണ്ഡിതന്മാരെ മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ പ്രവർത്തനം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, അവരെ കൂട്ടിപ്പിടിക്കുന്നവർക്കും അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, അവരെ ഒരൊറ്റ ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം.